എൻ്റെ കൂടെ വേഗം വാ, നമുക്കൊരു 1 അവറിൽ ഉച്ചയോണ്ട് റെഡിയാക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ അരി കഴുകി വേവിക്കാൻ വെക്കുവാണേ. അപ്പം ഞാൻ വിചാരിച്ചേ കുറച്ച് മോരുകറി ഉണ്ടാക്കാം ആദ്യം. അപ്പം അതിന് ഇങ്ങനത്തെ കുക്കുംബറാട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പം അത് അരിഞ്ഞിട്ട് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുവാണേ. അടുത്ത് നമുക്ക് ചൂര മുളക് കറി ആയിട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. അതിന് ഞാൻ നേരത്തെ വാങ്ങിച്ച ചൂരയുടെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തേ. അപ്പം ഞാൻ പിന്നെ കുറച്ച് ചാള വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വരഞ്ഞ്. അപ്പം അതും ഒന്ന് കുറച്ച് തണുപ്പ് മാറാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചേ. അപ്പം ഇപ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ എനിക്ക് പച്ചപ്പയർ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതേ ടേസ്റ്റുള്ള ബ്രൗൺ കളർ ഇങ്ങനത്തെ പയറാട്ടോ കിട്ടിയത്. അപ്പോൾ അതൊന്ന് കഴുകി കുക്കറിലൊന്ന് അടിച്ചെടുക്കാമേ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചാള വറുക്കാൻ വേണ്ടിയിട്ട് അതിൽ മസാല പറ്റാട്ടോ. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പും മാത്രമാട്ടോ ചേർക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചൂര കറി വെക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. രാവിലത്തേക്കുള്ള ചായ ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത അടുപ്പിൽ മീൻകറി വെക്കാനുള്ള ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് മൂപ്പിച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെല്ലാം ഇട്ട് അതും ഒന്ന് എണ്ണ തെളിയുന്നവരെ മൂപ്പിച്ചെടുത്ത് കൊടംപുളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീനും ഇട്ട് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചായ വാങ്ങിയ ഉടനെ തന്നെ മോരുകറിക്ക് ഉള്ളത് കൂടി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ ഓൾറെഡി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തൈരും കൂടി മിക്സിയിൽ ഒരൊറ്റ അടി അടിച്ച് അത് ഒഴിച്ച് കടുക് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറിയും റെഡിയാവേ. ഈ ചൂടാറിനേക്കാൾ മുന്നേ ചായ എടുത്ത് കുടിക്കട്ടെ. അപ്പം ഞാൻ ചാള വറുക്കുവാണ്. കുഞ്ഞു ചാള കേട്ടോ നമുക്ക് കെട്ടിയേക്കുന്നത്. അപ്പം ഞാൻ പയറുതോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി കടുക് താളിച്ചിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച പയറും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. അപ്പം നമ്മൾ ഉച്ചയൂണിനുള്ള എല്ലാം കാലമായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ചോറെടുത്ത് അതിലോട്ട് മീൻകറിയും മോരുകറിയും തോരനും മീൻ വറുത്തതും എല്ലാം വെച്ചിട്ട് നമുക്ക് കഴിക്കാട്ടോ ചോറ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.